ഇവിടെ ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആസ്പിരേഷൻ ഹോബ് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്റ്റർ ഹുഡ് 1 എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നൊരു ഇൻഡക്ഷൻ ഹോബ് വിത്ത് ചിമ്മിണി ഉള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ചിമ്മിണി സെക്ഷൻ വലിക്കുന്ന ഈ ഭാഗത്താണ്. നമുക്ക് ഇതൊരു സോണുണ്ട്, രണ്ടാമത്തെ സോൺ ഇവിടെ ഉണ്ട്, മൂന്നാമത്തെ സോൺ ഇവിടെയുമുണ്ട്, നാലാമത്തത് ഇവിടെയും. ഇതിൻ്റെ കൺട്രോളിങ് എല്ലാം വരുന്നത് ഇത്രയും ഭാഗത്താണ് ഇതിൻ്റെ കൺട്രോളിങ് എല്ലാം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻഡക്ഷൻ ഇവിടെ പാത്രം വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റീം വരുന്നത് കംപ്ലീറ്റ് ഇതുവഴി തന്നെ വലിച്ച് വെളിയിൽ കളയാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്റ്റിങ് ചെയ്യാൻ പറ്റുന്നതും ഡെക്റ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും. ഡെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിട്ട് വെളിയിൽ കൊടുക്കുന്നത്. ഡെക്റ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോൾ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഒരു മെഷാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇതുവഴിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് എയർ വലിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് ഡെക്റ്റിങ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഫാനിൻ്റെ ചേമ്പറാണ് വരുന്നത്. ഇതൊരു ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഡയറക്റ്റ് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റമാണ്. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ. ഇത് നമുക്ക് സിംഗിൾ ഫേസിലും 3 ഫേസിലും ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡെക്ലെസ് ആയിട്ടുള്ള വെർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം. ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗത്തിനകത്ത് 4 സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ വെക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. ഇതിനകത്ത് 4 എണ്ണം വരുന്നുണ്ട്. ഇത് ഇൻബിൽറ്റായിട്ട് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫിൽറ്ററാണിത്. 4 എണ്ണം. ഫിൽറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ 2 ആക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ സ്ലോട്ടിലേക്ക് ഇറക്കി വെക്കുന്നതാണ്. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്ക് ഇത് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് മൗണ്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ലോക്കാണ്, മൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്ത് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അടുത്തൊരു ഭാഗം. ഈ മേളിൽ കാണുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ മേളിൽ കാണുന്നത്. ഇതിനൊരു ക്യാപ്പ് ഇങ്ങനെ വെക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കളഞ്ഞിട്ടാണിത് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഇത് ഇറങ്ങിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോപ്പറാണ്. ഈ സ്റ്റോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡെക്റ്റിംഗ് വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇടാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഈ ഫിൽറ്ററിങ് വെർഷന് ഈ ഒരു സാധനം ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് പൈപ്പിട്ടാണ് കൊടുക്കുന്നത്. പൈപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നേരെ വെളിയിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഡയറക്റ്റ്ലി ഇമ്പോർട്ടഡ് ആണ്, നിക്കോള ടെസ്ല. ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് വെക്കേണ്ടത്. കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹൈറ്റ് ഗ്യാപ്പിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. തൊട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് കട്ട്ലറി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും.